അവർ അവർ എങ്ങോട്ട് പോയി? മാതാജി, എന്തു പറ്റി? ഒന്നുമില്ല, മാതാജി സ്വപ്നത്തിൽ വന്നു. യമുന മോളെ, എൻ്റെ മകൻ കേശവിനെ ഇന്നലെ മുതൽ കാണാനില്ല. അവൻ ഇവിടെ ഉണ്ടായിരുന്നോ? അദ്ദേഹം ഇന്നലെ ഇവിടെ വന്നിരുന്നു, പക്ഷെ സന്ധ്യക്ക് തിരിച്ചു പോയല്ലോ. ആർക്കറിയാം. ഏതായാലും അവൻ വീട്ടിൽ വന്നിട്ടില്ല. അവൻ്റെ ഭാര്യ ആണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുക. എൻ്റെ മാതാജിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് സന്ധ്യയുടെ കേശവറാം യാത്ര പറഞ്ഞു പോയതാണല്ലോ. എനിക്ക് അറിയില്ല മോനെ, അവനെ ഒന്ന് കണ്ടുപിടിക്കണം. ശരി യമുന, ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ. പോയി വരൂ. ഒരു നിമിഷം നിൽക്കൂ. ഇതെന്താണ് ഗ്രാമം വിജനമായി കിടക്കുന്നത്? നിരത്തിൽ ഒറ്റയാളെയും കാണുന്നില്ലല്ലോ. അറിയില്ല മോനെ, എന്തോ പ്രശ്നമുണ്ട്. ഒരുപക്ഷെ ഗ്രാമീണർ ഗ്രാമത്തലവന്റെ വീട്ടിലുണ്ടാകും. മാത്രമല്ല, ഇന്നും നാട്ടുകൂട്ടം കൂടുന്ന ദിവസമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അതെ, അങ്ങനെ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടെത്തി തരണേ. നിങ്ങൾ സമാധാനിക്കൂ, നമുക്ക് കണ്ടെത്താം. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്താണ് ഇതിനൊരു പരിഹാരം? അതെ, ഇവിടെ എന്താണ് പ്രശ്നം? അതിശയമെന്നല്ലാതെ എന്തു പറയാൻ. ഒരു ഗ്രാമത്തിലെ മുഴുവൻ കുഞ്ഞുങ്ങളെയും കാണാതെ പോവുക, അതും ഒറ്റ രാത്രി കൊണ്ടേ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്തരം ഒരു കഥ? എൻ്റെ മോള് ജനിച്ചു വീണിട്ട് 2 മാസം ആയതേ ഉള്ളൂ. കണ്ടു കൊതി തീർന്നില്ല എൻ്റെ ദൈവമേ. ഈ കാണാതായവരെ കണ്ടെത്താൻ ആരെയും പറഞ്ഞു വിട്ടില്ലേ? ഗ്രാമത്തലവൻ്റെ ആളുകൾ ഗ്രാമം മുഴുവൻ തിരക്കി. ഇപ്പോൾ കാട്ടിലും തിരച്ചിൽ നടത്തുകയാണ്. അങ്ങുന്നേ അതാ അവർ. എന്താ പറയൂ. കിട്ടിയോ? ആരെങ്കിലും ഒരാളെങ്കിലും കിട്ടിയോ? ഞങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളെയും കണ്ടെത്തി. എന്നാൽ ആർക്കും ജീവനില്ല. അടി മുതൽ മുടി വരെ തൊലികളില്ല, അസ്ഥി മാത്രം. അതെ അങ്ങുന്നേ. അതാ നോക്കൂ. ഇത് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി അമർച്ച ചെയ്യുന്ന ആരുമാണ് അങ്ങുന്നേ. എന്നാൽ അത് ഒരാളല്ല, ഒന്നിലേറെ പേരുണ്ട്. അതെ, ഒരാൾക്കൊറ്റയ്ക്ക് ഇതുപോലെ ഇത്രയും കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. ശരിയാണ്, ഇതൊരു കൂട്ടം തന്നെയാണ്. പക്ഷെ എത്ര ഉറക്കത്തിലാണെങ്കിലും രാത്രിയിൽ ഒരാൾ വന്ന് വാതിൽ തുറന്നാൽ നമ്മൾ അറിയില്ലേ? നിങ്ങളിൽ ഒരാൾ പോലും ഒരു ശബ്ദം പോലും കേട്ടില്ല എന്നാണോ? ഇല്ല, ഒരു പക്ഷെ അവർ വിദഗ്ധമായി വാതിലുകൾ തുറന്നു കാണും. അതെ അങ്ങുന്നേ, ഇത്രയും കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകും എങ്കിൽ അതും അവർക്ക് എളുപ്പമുള്ള പണിയാവും. അങ്ങുന്നേ, ഈ കുഞ്ഞുങ്ങളെ കാണാതായ കൂട്ടത്തിൽ എൻ്റെ മകൻ കേശവുമുണ്ട്. ഇന്നലെ വരെ രാഘവൻ്റെ മാതാജിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചതാണ് അവൻ. ഇതുവരെ വന്നിട്ടില്ല. ദാ നോക്കൂ, ഇതവൻ്റെ തലപ്പാവാണ്. അപ്പോൾ കേശവറാമിനും എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇല്ല അങ്ങുന്നേ, ഈ കാട്ടിൽ ഇവരുടെ അല്ലാതെ മറ്റൊരാളുടെ അസ്ഥികൂടം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എങ്കിൽ കേശവറാം ജീവനോടെ ഉണ്ടായിരിക്കും. നിങ്ങൾ കൂടുതൽ ആളുകളെ കൂട്ടിക്കൊള്ളൂ. എന്നിട്ട് പറ്റുന്നത്ര ഇവിടെ അരിച്ചു പെറുക്ക്. ശരി അങ്ങുന്നേ. സമയം സന്ധ്യയായല്ലോ. കേശവനെ അന്വേഷിച്ചു പോയവർ മടങ്ങി വന്നുമില്ല. അങ്ങുന്നേ, പശ്ചിമ വനങ്ങളിൽ ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾ അയാളെ തിരഞ്ഞു. യാതൊന്നും കിട്ടിയില്ല അങ്ങുന്നേ. അയ്യോ അങ്ങുന്നേ, എൻ്റെ കേശവ്. നിങ്ങൾ വിഷമിക്കരുത്. ഇവർക്കാർക്കും കേശവനെ കാട്ടിൽ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതിനർത്ഥം അയാൾ ജീവനോട് തന്നെ ഉണ്ട്. സമാധാനമായി പോകൂ. കേശവ് നിങ്ങളുടെ വീട്ടിലെത്തിക്കോളും. അച്ഛൻ അദ്ദേഹത്തെ കണ്ടോ? ഇല്ല മകളെ, പക്ഷെ ഗ്രാമത്തലവൻ്റെ ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. അവനൊന്നും സംഭവിച്ചു കാണില്ല. തീർച്ചയായും അവൻ മടങ്ങി വരും.